ആര്യ പറഞ്ഞതുപോലെ ഓരോ ദിവസവും ഓരോ വിഷയങ്ങൾ നിലമ്പൂരിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. വലിയ വിഷയങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. 3-4 വിഷയങ്ങളാണ് ഇതിനകം നിലമ്പൂർ മണ്ഡലത്തിൽ ചർച്ചയായിരുന്നത്. ഏറ്റവും ഒടുവിൽ വഴിക്കടവ് ദുരന്തമായിരുന്നു. 15 വയസ്സുകാരന്റെ മരണം, അത് പന്നിക്കിടയിൽ നിന്ന് ഷോക്കേറ്റുള്ള മരണം. അതായിരുന്നു ഇന്നലെയും മിനിയാന്ന് രാത്രി സമയങ്ങളിലുമൊക്കെ വലിയ ചർച്ചയായത്. ഇന്ന് പക്ഷേ മറ്റൊരു വിഷയം ഇവിടെ ഉയർന്നു വരികയാണ്. അത് നേരത്തെ തന്നെ LDF അങ്ങനെ ഒരു വിഷയം ഉയർത്തിക്കൊണ്ട് വന്നതാണ്. പക്ഷേ അതിന് ഒരു തെളിവ് ഇല്ലായിരുന്നു. അതായത് എല്ലാ വർഗീയ ശക്തികളുമായിട്ട് UDF കൂട്ടുകൂടും LDFനെ തോൽപ്പിക്കുവാൻ വേണ്ടി. ഇത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ തുടക്കം മുതൽ തന്നെ പ്രചാരണ രംഗത്ത് LDF കൊണ്ടുവന്നതാണ്. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ നേരത്തെ ഈ സൂചനകൾ നൽകിക്കൊണ്ട് ഇത്തരത്തിലുള്ള ശ്രമങ്ങൾ UDFന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകും എന്നുള്ള ആരോപണം ഉന്നയിച്ചിരുന്നു. ഇപ്പോൾ UDF അക്കാര്യത്തിൽ ഒരു വെട്ടിൽ വീണിരിക്കുകയാണ്. അതിന് കാരണം ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ സംഘടനയായ വെൽഫെയർ പാർട്ടി ഇന്നലെ പരസ്യമായി UDFന് പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അത് UDF കേന്ദ്രങ്ങൾ ഏത് രീതിയിൽ എടുക്കുമെന്നാണ് ഇനി കാണേണ്ടത്. ഒരു വർഗീയ ശക്തികളുടെയും വോട്ട് വേണ്ട എന്നുള്ളത് UDFന്റെയും പ്രഖ്യാപിത നിലപാടാണ്. പക്ഷേ ഒളിഞ്ഞും തെളിഞ്ഞും പല സമയത്തും വെൽഫെയർ പാർട്ടിയുടെയും ഒക്കെ വോട്ടുകൾ സമാഹരിക്കുവാൻ എല്ലാ മുന്നണികളും ശ്രമിച്ചിട്ടുള്ളതാണ്. അതിൽ UDF LDF എന്നുള്ള വ്യത്യാസമില്ല. ഇപ്പോൾ ഏറ്റവും ഒടുവിലായി വെൽഫെയർ പാർട്ടിയുടെ പിന്തുണ UDFന് പരസ്യമായി പ്രഖ്യാപിച്ചതോടുകൂടി അതിനുള്ള മറുപടി UDF നൽകേണ്ടി വന്നിരിക്കുകയാണ്. അതായത് ഈ വോട്ടുകൾ, വെൽഫെയർ പാർട്ടിയുടെ വോട്ടുകൾ, ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ടുകൾ UDF സ്വീകരിക്കുമോ ഇല്ലയോ, അത് വേണ്ട എന്ന് പരസ്യമായി പറയുവാൻ UDFന് കഴിയുമോ എന്നുള്ള ചോദ്യം ഇതിനകം തന്നെ LDF ഉന്നയിച്ചു കഴിഞ്ഞു. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനുമായി ഞാൻ നേരിട്ട് സംസാരിച്ചിരുന്നു. ഇതേക്കുറിച്ച് അദ്ദേഹം പറഞ്ഞത് ഒരു മഴവിൽ സഖ്യം രൂപപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു നിലമ്പൂർ മണ്ഡലത്തിൽ എന്നാണ്. അത് ഏത് വർഗീയ ശക്തിയുടെയും വോട്ടുകൾ നേടിക്കൊണ്ട് LDFനെ തോൽപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു മഹാസഖ്യമായി വളർന്നു കഴിഞ്ഞിരിക്കുന്നു എന്നാണ് LDFന്റെ ആരോപണം. അത് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു കഴിഞ്ഞു. വെൽഫെയർ പാർട്ടിയുടെ പിന്തുണ UDFന് പ്രഖ്യാപിച്ചതിന് തൊട്ടു പിന്നാലെയായിരുന്നു MV ഗോവിന്ദന്റെ ഈ പ്രതികരണം. MV ഗോവിന്ദന്റെ വാക്കുകൾ കേൾക്കാം. വെൽഫെയർ പാർട്ടി പരസ്യമായിട്ടുള്ള പിന്തുണ UDFന് നൽകുകയാണ്. അത് അവർ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇവിടെ LDF സർക്കാരിനെതിരെയുള്ള ഒരു വികാരമുണ്ട്, അതുകൊണ്ട് അത് UDFന് അനുകൂലമായി അത് വോട്ടാക്കണം എന്നുള്ളതാണ്. എന്താണ് അതിനുള്ള പ്രതികരണം? അത് ഒറ്റപ്പെട്ട ഒരു സംഭവമായിട്ട് അതിനെ കാണേണ്ട കാര്യമില്ല. കഴിഞ്ഞ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിലും 17 ലോക്സഭാ തെരഞ്ഞെടുപ്പ് രണ്ടിലും 17-18 ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ UDFൻ്റെ ഏറ്റവും പ്രമുഖമായ സഖ്യകക്ഷിയെപ്പോലെയാണ് ജമാഅത്തെ ഇസ്ലാമിയും SDP-യും പ്രവർത്തിച്ചിട്ടുള്ളത്. അത് തന്നെയാണ് തുടരുന്നത്. ഇവിടെയും അത് തന്നെയാണ് ഇപ്പോൾ കാണാൻ കഴിഞ്ഞത്. ഞാനത് മുൻകൂട്ടി തന്നെ പറഞ്ഞ കാര്യമാണ്. മറവിൽ സഖ്യം പോലെ ഒരു സഖ്യം രൂപപ്പെടുകയാണ്. എല്ലാ വർഗീയ ശക്തികളും, ന്യൂനപക്ഷ വർഗീയതയും ഭൂരിപക്ഷ വർഗീയതയും എല്ലാം ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഒരു അന്തർധാര പോലെ ഇടതുപക്ഷ വിരുദ്ധ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമി പറഞ്ഞതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ, ഇടതുപക്ഷ ജനാധിപത്യ വിരുദ്ധ നിലപാടടിസ്ഥാനപ്പെടുത്തി UDFന് അനുകൂലമായിട്ട് നിൽക്കുന്നു എന്ന് മാത്രമല്ല അതിൻ്റെ സഖ്യകക്ഷിയായിട്ട് മാറുന്നു എന്നുള്ളതാണ്. ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ മുൻപ് LDFും സ്വീകരിച്ചിട്ടുള്ളതല്ലേ? വെൽഫെയർ പാർട്ടി തൊട്ടുകൂടാത്ത പാർട്ടി എന്നുള്ളതുണ്ടോ? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു തരത്തിലും ഈ ജമാഅത്തെ ഇസ്ലാമിയായിട്ട് സഹകരിച്ച് മുമ്പോട്ടേക്ക് പോകുന്ന നില ഉണ്ടായിട്ടേ ഇല്ല. അവർ അന്ന് ഞങ്ങൾ ഓരോ മണ്ഡലം നോക്കിയിട്ടാണ് സഹായിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ചില മണ്ഡലം പ്രഖ്യാപിക്കാറുണ്ട്. ആ പ്രഖ്യാപിക്കുന്നത് അവരുടെ താല്പര്യം വെച്ചുകൊണ്ട് മാത്രമാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ജമാഅത്തെ ഇസ്ലാമിൻ്റെ നിലപാടുകൾക്കെതിരായ സമീപനം തന്നെയാണ് ഞങ്ങൾ സ്വീകരിച്ചത്. ഇവിടെയും വെൽഫെയർ പാർട്ടി UDFന് ഇങ്ങോട്ട് സപ്പോർട്ട് ചെയ്തതാണ്, അല്ലാതെ UDF അങ്ങോട്ട് ആവശ്യപ്പെട്ടിട്ടില്ല. ആവശ്യപ്പെടേണ്ട കാര്യമില്ല, ആവശ്യപ്പെടാണ്ട് തന്നെയാണ് നൽകുന്നത്. ഇത് തന്നെയല്ലേ അന്തർധാര ഞാൻ നേരത്തെ പറഞ്ഞത്. ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ അവർ യോജിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്ന് ഞാൻ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ആദ്യഘട്ടത്തിൽ പറഞ്ഞിരുന്നത് ശരിയാണ് എന്ന് കൂടുതൽ ബോധ്യപ്പെടുകയാണ്. അത്രയേ ഉള്ളൂ. ഇതാണ് MV ഗോവിന്ദന്റെ വാക്കുകൾ. MV ഗോവിന്ദൻ പറഞ്ഞതിൽ നിന്ന് LDF ഏത് രീതിയിലാണ് ഈ വിഷയത്തെ എടുക്കുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ അവിടെ ഉയർത്തുന്ന ചോദ്യങ്ങൾ LDFന് നേരെയും ഉണ്ടാവും. ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ 2004 ലോക്സഭാ തെരഞ്ഞെടുപ്പിലും 2009 ലോക്സഭാ തെരഞ്ഞെടുപ്പിലും കിട്ടിയിട്ടുള്ളതാണ്. LDFന് 2009 18 ലോക്സഭാ മണ്ഡലങ്ങൾ തെരഞ്ഞുപിടിച്ച് ആ 18 മണ്ഡലങ്ങളിൽ LDFന് പരസ്യമായ പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട് ജമാഅത്തെ ഇസ്ലാമി. 2011 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 124 നിയോജക മണ്ഡലങ്ങളിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ LDFന് കിട്ടിയിട്ടുള്ളതാണ്. 2019 ആയപ്പോഴേക്കായിരുന്നു നരേന്ദ്രമോദി വീണ്ടും അധികാരത്തിലെത്താതിരിക്കുന്നതിനു വേണ്ടി വെൽഫെയർ പാർട്ടി UDFന് പിന്തുണ പ്രഖ്യാപിച്ചത്. അതിനുശേഷം
ശേഷമുള്ള തെരഞ്ഞെടുപ്പുകളിൽ ഒളിഞ്ഞും തെളിഞ്ഞും വെൽഫെയർ പാർട്ടിയുടെ പിന്തുണ UDF-ന് കിട്ടിക്കൊണ്ടിരിക്കുന്നും ഉണ്ട്. അപ്പോൾ LDF ഇത് ഉന്നയിക്കുമ്പോൾ അതിൽ MP ഗോവിന്ദൻ പറയുന്നു ഒരിക്കലും ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ കിട്ടിയിട്ടില്ല എന്ന്. പക്ഷേ അത് വാസ്തവമല്ല. അത്തരത്തിലുള്ള പിന്തുണ LDF-നും കിട്ടിയിട്ടുള്ളതാണ്. പക്ഷേ ഇവിടെ UDF ആണ് പ്രതിരോധത്തിലായിരിക്കുന്നത്. ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ടുകൾ വേണോ വേണ്ടയോ എന്നുള്ള കാര്യത്തിൽ ഒരു നിലപാട് പറയേണ്ടി വരും. ഇന്നലെ രാത്രി കോൺഗ്രസിന്റെ പല നേതാക്കളുമായിട്ടും സംസാരിച്ചിരുന്നു. പക്ഷേ അവർ ഇക്കാര്യത്തിൽ കൂടിയാലോചിച്ചതിന് ശേഷം ഒരു നിലപാട് പറയാം എന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഇന്ന് VD സതീശൻ മാധ്യമങ്ങളെ കാണുന്നുണ്ട്. സ്വാഭാവികമായിട്ടും ആദ്യ ചോദ്യം വരുന്നത് ജമാഅത്തെ ഇസ്ലാമി, അതായത് വെൽഫെയർ പാർട്ടിയുടെ പിന്തുണ UDF-ന് കിട്ടിയതിനെ കുറിച്ചാണ്. അതിനുള്ള മറുപടി എന്തായാലും UDF കേന്ദ്രങ്ങൾ നൽകും. KPCC പ്രസിഡന്റിനോടും ഇക്കാര്യം ചോദിച്ചിരുന്നു. സണ്ണി ജോസഫും പറഞ്ഞത് കൂടിയാലോചിച്ച ശേഷം ഒരു മറുപടി എന്നുള്ളതാണ്. അപ്പോൾ KPCC പ്രസിഡന്റിൽ നിന്നും ഒരു പ്രതികരണം ഇന്ന് പ്രതീക്ഷിക്കുകയാണ്. വർക്കിംഗ് പ്രസിഡന്റുമാരും ഇക്കാര്യത്തിൽ പ്രതികരണം അറിയിച്ചിട്ടില്ല. വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു വിഷയമാണ്. വലിയ രീതിയിൽ LDF ഉന്നയിക്കാൻ പോകുന്ന ഒരു വിഷയമാണ്. പിന്നെ വെൽഫെയർ പാർട്ടി പിന്തുണ പ്രഖ്യാപിച്ചതിനെ കുറിച്ച് വെൽഫെയർ പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് തന്നെ ഇന്നലെ വാർത്താ സമ്മേളനം നടത്തിയാണ് ഈ പ്രഖ്യാപനം നടത്തിയത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ കൂടി കേൾക്കാം. എന്താണ് വെൽഫെയർ പാർട്ടി UDF-ന് പിന്തുണ കൊടുക്കുവാനുള്ള കാരണമെന്ന്? ഈ വരുന്ന നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ വെൽഫെയർ പാർട്ടിയുടെ പിന്തുണ UDF-ന് ഈ ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞ 9 വർഷമായി കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന LDF-ന്റെ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഇടത് സർക്കാരിനെതിരായ ജനവിധിയാകും എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. തെരഞ്ഞെടുപ്പിന് അതുകൊണ്ട് തന്നെ വെൽഫെയർ പാർട്ടി UDF-ന് അനുകൂലമായി വോട്ട് ചെയ്യും. ഈ നാട്, നിലമ്പൂർ മണ്ഡലം അത്തരമൊരു വിധിയെഴുത്തിന് സന്നദ്ധമായിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ഞാൻ സൂചിപ്പിച്ചല്ലോ, ഇവിടെ കേരള ഗവൺമെന്റിനെതിരായ ഒരു വിധിയെഴുത്താകണം എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പ് അത്തരമൊരു വിധിയെഴുത്തിന് വഴിയൊരുക്കണമെങ്കിൽ UDF വിജയിക്കണം. കേരള മുഖ്യമന്ത്രി നിയന്ത്രിക്കുന്ന ആഭ്യന്തര വകുപ്പ് ഉൾപ്പെടെ ഈ സർക്കാരിനെതിരായ ഒരു ശക്തമായ തിരിച്ചടി ഉണ്ടാകണമെങ്കിൽ ഇവിടെ LDF-ഉം UDF-ഉമാണ് മത്സരം. ആ ഘട്ടത്തിൽ UDF-നെ പിന്തുണച്ചാൽ മാത്രമേ അത് സാധിക്കുകയുള്ളൂ എന്നതുകൊണ്ടാണ് ആ ഒരു നീക്കത്തിന് പാർട്ടി തയ്യാറായത്. ഇതാണ് വെൽഫെയർ പാർട്ടിയുടെ നിലപാട്. എന്തുകൊണ്ടാണ് UDF-ന് പിന്തുണ പ്രഖ്യാപിച്ചത് എന്ന കാര്യം വിശദീകരിക്കുകയായിരുന്നു വെൽഫെയർ പാർട്ടി. അവിടെ മറ്റൊരു കാര്യം കൂടിയുണ്ട്. UDF-ന് LDF-നെതിരെ പ്രയോഗിക്കാൻ കഴിയുന്ന ഒരു ആയുധം കൂടി വന്നിട്ടുണ്ട്. അത് PDP-യുടെ പിന്തുണ ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ LDF-നാണ് എന്നുള്ള പ്രഖ്യാപനമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആദ്യം ചോദ്യത്തിന് ഉത്തരമായിട്ട് UDF നേതാക്കൾ പറയുക PDP-യുടെ പിന്തുണ LDF വാങ്ങിയിട്ടുണ്ടല്ലോ എന്നാണ്. അവിടെ LDF പറയാൻ പോകുന്നത് ഞങ്ങൾ ആരുടെയും പിന്തുണ ചോദിച്ചു വാങ്ങിയിട്ടില്ല എന്നാണ്. അപ്പോൾ വെൽഫെയർ പാർട്ടിയുടെ പിന്തുണയും ഇങ്ങോട്ട് തന്നതാണല്ലോ എന്നുള്ള മറുപടി UDF കേന്ദ്രങ്ങൾ നൽകും. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ആരോപണ പ്രത്യാരോപണങ്ങൾ ഈ ഇത്തരം പാർട്ടികളുടെ, ഇത്തരം മതസംഘടനകളുടെയും പാർട്ടികളുടെയും പിന്തുണ കിട്ടുന്ന കാര്യത്തിൽ UDF-ന്റെയും LDF-ന്റെയും നിലപാടുകൾ ഈ രീതിയിൽ വരും. ഇപ്പോൾ ആര്യാടൻ ഷൌക്കത്ത് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് വേണ്ടി ഇറങ്ങുവാനുള്ള തിരക്കിലാണ്. അദ്ദേഹത്തോട് തന്നെ ഈ വിഷയത്തിൽ എന്താണ് വെൽഫെയർ പാർട്ടിയുടെ പിന്തുണയെപ്പറ്റി UDF-ന് പറയാനുള്ളത് എന്നുള്ള ആദ്യ പ്രതികരണം അറിയുവാൻ ശ്രമിക്കുകയാണ്. ഇതുവരെ UDF കേന്ദ്രങ്ങൾ ഔദ്യോഗികമായിട്ട് ഇതേക്കുറിച്ചുള്ള ഒരു പ്രതികരണം നൽകിയിട്ടില്ല. എന്തായാലും ആര്യാടൻ ഷൌക്കത്ത് ഈ വിഷയത്തിൽ പ്രതികരിക്കും എന്ന് കരുതാം. അദ്ദേഹം തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് വേണ്ടി ഇറങ്ങുകയാണ് ഇപ്പോൾ.